സീറ്റ് വിഭജനം ജില്ലാതലങ്ങളിൽ പൂർത്തിയാക്കാനാണ് UDF തീരുമാനിച്ചത്. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം പ്രശ്നം കൂടാതെ പരിഹരിക്കാൻ ജില്ലാ നേതാക്കൾക്ക് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകി. ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസ് വിമതർ മത്സരിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന ഘടകകക്ഷികളുടെ ആവശ്യവും കോൺഗ്രസ് ഗൗരവമായി എടുത്തിട്ടുണ്ട്. KPCC പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ തീരുമാനം ലംഘിക്കുന്നവർ ആരായിരുന്നാലും അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയുണ്ടാകും. അങ്ങനെ ആരെങ്കിലും എടുത്താൽ ആ ആളിന് കോൺഗ്രസിൽ സ്ഥാനം ഉണ്ടാവില്ല. അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് എല്ലാ കക്ഷികളും സ്വീകരിക്കുന്ന പൊതുവായ ഒരു സമീപനം അതായിരിക്കും. ഇടുക്കി ജില്ലയിലെ തർക്കം പരിഹരിക്കാൻ കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും 4 അംഗങ്ങളെ ഉൾപ്പെടുത്തി ഉപസമിതിക്ക് രൂപം നൽകി. JDUവിന് 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കൂടി നൽകാനുള്ള ധാരണയും ഉണ്ടായിട്ടുണ്ട്. SNDPയുടെ രാഷ്ട്രീയ കക്ഷിയെ അവഗണിക്കാനാണ് UDFൽ ധാരണയായത്. അതേസമയം JSS നേതാവ് രാജൻ ബാബു SNDPയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടുവെന്ന വാർത്തയും യോഗത്തിൽ ചർച്ചയായി. വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധം മാത്രമാണെന്ന വിശദീകരണമാണ് രാജൻ ബാബു ഇതിന് നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വമ്പിച്ച വിജയം നേടുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.